മലയാളിക്കെന്താടാ കേട്ടോ മലയാളി പുലിയാടാ ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ മലയാളിക്കെന്താടാ കേട്ടോ മലയാളി പുലിയാടാ ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ മലയാളികൾ എളിയ നമസ്കാരം എളിയ നമസ്കാരം മലയാളിക്കെന്താടാ കേട്ടോ മലയാളി പുലിയാടാ ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. സോ ഹലോ ഗായ്സ്, എല്ലാ മച്ചന്മാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മാറാല SMB പറയുന്ന ഒരു SMBയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ SMB ബെഡ്റോക്ക് പ്ലസ് ജാവയാണ് ആൻഡ് ഇത് 24 hours ഓണാണ്. ആൻഡ് ഈ SMBയിലോട്ട് കയറാനുള്ളത് ഞാൻ ഡിസ്കോഡിൽ ലിങ്ക് അയച്ചുതരാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കളിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ കൊടുക്കുക, എന്നാലേ ഇതിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, അത് നിങ്ങൾ കൊടുക്കുക. ആൻഡ് എല്ലാവർക്കും ഹാപ്പി ആവണം. ഡു ലൈക്ക് സബ്സ്ക്രൈബ് പ്ലീസ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആൻഡ് ഈ എപ്പിസോഡിലോ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലോ കണ്ട് നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് കണ്ടുപിടിച്ചാലേ നടക്കത്തുള്ളൂ. എൻ്റെ മനസ്സ് പറയുന്നു ഞാൻ വീടുണ്ടാക്കാൻ പോണ വില്ലേജിൻ്റെ അടുത്താണെന്നാണ്. ഗൈസ്, അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഗൈസ്, നമുക്ക് വീട് വെക്കാനുള്ള ഒരു നല്ലൊരു സ്ഥലം നോക്കി പോവാം. ആൻഡ് ആ സ്ഥലത്തെത്തിയിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. ഗൈസ്, നമ്മൾ ഈ സൺഫ്ലവറിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് നമ്മൾ വീടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഗൈസ്, നമുക്കിന്ന് അപ്പോൾ വീട് വെച്ച് തുടങ്ങാം. നമുക്കിപ്പോൾ അവിടെ ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം. അവിടെ ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം ഗൈസ്. ജസ്റ്റ് ഇതൊന്ന് പ്ലാങ്ക് ആക്കട്ടെ ഗൈസ്. ആൻഡ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഈ സെർവറിൽ കയറാമെന്നാണ്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിൽ ഞാനൊരു ഡിസ്കോഡിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാറാല SMB എന്നാണ്. ആ ഡിസ്കോഡ് കയറുക. ആൻഡ് അതിലൊരു ബോട്ട് വരും. ജസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ആപ്ലിക്കേഷനിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തരും അവർ. ആൻഡ് ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് അതിലൊരു ചാറ്റിൻ്റെ ഓപ്ഷൻ ഓണാവും. അതിൻ്റെ പേരാണ് സെർവർ IP എന്നൊക്കെ ഉണ്ടാവും. സെർവർ IPയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആൻഡ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ സെർവർ കാണിക്കും. സെർവറിൻ്റെ IP പോർട്ട് അവർ തന്നിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ആ IP കറക്റ്റ് അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഡിസ്കോഡിലെ ഓണറിൻ്റെ അടുത്ത് പോവുക, ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ അവർ വേറൊരു IP തന്നെയാണ്, ആ IP ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കയറാൻ പറ്റും. അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞു തന്നോളും. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ് ആണ് ഇത്. ഈ 100 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം റോഡ് ടു 1K അടിക്കാൻ. പ്ലീസ് ഗൈസ്, നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് 1K എന്ന ലക്ഷ്യം കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇവിടെ ഞാനൊരു പൊട്ടത്തരം കാണിച്ച് ഞാൻ ലോഗിന് പകരം പ്ലാങ്ക് വെച്ച് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചിട്ട് റൂഫൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. ആൻഡ് ഗൈസ്, നമുക്ക് റൂഫിലോട്ട് ഉള്ളൊരു സാധനം ഉണ്ടാക്കാം. ആൻഡ് ആ റൂഫിൻ്റെ മണ്ടയിൽ ഗ്ലാസ് ഉണ്ടാക്കാനോ കുറച്ച് സാൻഡൊക്കെ പെറുക്കിയിട്ട് ഞാൻ സ്റ്റെയർ ഉണ്ടാക്കിയാണ് ഗൈസ്. സ്റ്റെയർ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അവിടെ ഗ്ലാസ് വെക്കാം.
പിന്നെ ഈ സെർവറിനുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെയറിലും സ്ലാബിലും നമുക്ക് ഇരിക്കാൻ പറ്റും ഗൈസ്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിമ ഇരിക്കാൻ പറ്റും. ആൻഡ് അവിടുന്ന് നീക്കണമെങ്കിൽ ചിലപ്പോൾ ഇത് ബഗ്ഗാവണ ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് റൂഫിൽ ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് ബഗ്ഗാവുന്നത് അവിടെ. ആൻഡ് ഇരിക്കുമ്പം ആ ഷിഫ്റ്റ് അടിക്കുന്ന ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ടാൽ നിങ്ങൾക്ക് ഷിഫ്റ്റിൻ്റെ ബട്ടൺ ഒന്ന് ഞെക്കിയാൽ വീണ്ടും ഇരുന്നിട്ട് വീണ്ടും ഞെക്കിയാൽ അത് അതിൽ നിന്ന് ബാക്ക് ആയിക്കോളും നമ്മൾ. ആ പോഷൻ മാത്രം നമ്മൾ ജസ്റ്റ് UXL ഇട്ടുണ്ട്. ആൻഡ് നമുക്കിനി സാൻഡ് എടുക്കാം ഇവിടുത്തെ. ആൻഡ് നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാൻഡ് എടുക്കാം. ആൻഡ് ഗൈസ്, ഇതുപോലെ നിങ്ങൾക്ക് ആ സ്റ്റെയർമേലും സ്ലേവ്മേലും ഇരിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ അടിക്കുക. ഇതുപോലെ അടിച്ചിട്ട് കോർഡിനേറ്റ്സ് ഒന്നും കോപ്പി ചെയ്ത് അടിക്കേണ്ട, ഇതുപോലെ അടിക്കുക. കോർഡിനേറ്റ്സ് അടിക്കേണ്ട കേട്ടോ, അറിയാതെ ഞാൻ അടിച്ചതാണ്. ഇതുപോലെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും. എന്നിട്ട് സ്റ്റെയറിൻ്റെ സാധനം എടുക്കുക, അങ്ങോട്ട് നിങ്ങളുടെ ഇൻവെൻട്രിയിലോട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്ന ബട്ടൺ ഓഫാകും. ഇത് വീണ്ടും ഓണായിട്ട് അത് വീണ്ടും നിൽക്കുകയാണെങ്കിൽ അത് ഓഫാവും. അങ്ങനെയാണ്. ഇപ്പം ഞാൻ പൊട്ടത്തരം കാണിച്ചിട്ട് അത് ഓഫാക്കിയിട്ട് എന്നിട്ടേക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാനത് വീണ്ടും ഓണാക്കും ഞാൻ അപ്പം. ജസ്റ്റ് അതേമാതിരി അടിച്ചു കൊടുക്കുക. ആൻഡ് ഇത് നമുക്ക് കോർഡിനേറ്റ്സ് കോപ്പി ചെയ്തിട്ട് വർക്കാവില്ല. അതുണ്ട് കേട്ടോ, കോർഡിനേറ്റ്സ് കോപ്പി ചെയ്ത് അടിച്ചാലും വർക്കാവില്ല ഗൈസ്. ആൻഡ് ഗൈസ്, ഇപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വിട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊന്നും നോക്കണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മെഗാ ഉണ്ടാക്കാം. ഹൗ ഇസ് ഇറ്റ് ഈസ് ബ്രോ. ഈ വീഡിയോ എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ നൈസ് ഒന്ന് ടൈപ്പ് ചെയ്യണേ. നമുക്ക് ഈ ഗ്ലാസും കൂടി ഒന്ന് വെക്കാം.
ആൻഡ് ഗൈസ് നമ്മൾ ഇത് വീണ്ടും കയറി വരുമ്പോണ്ടല്ലോ ജസ്റ്റ് നമ്മളുടെ കണ്ണൊക്കെ കണ്ണ് കാണാതെ ബ്ലാക്ക് കളർ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ സ്ലാഷ് രജിസ്റ്റർ അടിക്കുക, അല്ലെങ്കിൽ സ്ലാഷ് ജോയിങ് അടിച്ചു കൊടുത്താൽ മതി. ആൻഡ് അങ്ങനെ ഒരുത്തന് ഇവിടെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ എനിക്ക് ടി പിയുടെ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് അപ്സെറ്റ് ചെയ്യുകയാണ്. ഗൈസ്. പിന്നെ നിങ്ങൾ പറയാതെ അവർക്ക് ഇങ്ങോട്ട് ടി പി അടിക്കാനും പറ്റത്തില്ല. ജസ്റ്റ് നിങ്ങൾ സ്ലാഷ് അടിക്കുക, ടി പി അടിക്കുക, അപ്സെറ്റ് കൊടുക്കേണ്ടി വരും, എന്നാലേ അത് കിട്ടത്തുള്ളൂ. അവനെ ഞാൻ സെറ്റ് ചെയ്യാണ്. അവൻ എന്നോട് ചോദിച്ചു, അവൻ ഒരു പുതിയ പ്ലെയറായിരുന്നു, ഞാനും പുതിയ പ്ലെയറായിരുന്നു പറഞ്ഞു. ഞാൻ സ്ലാഷ് ടി പി അപ്സെറ്റ് കൊടുക്കുക, അപ്സെറ്റ് കൊടുത്താൽ വന്നോളും. വന്നില്ലെങ്കിൽ വീണ്ടും സ്ലാഷ് ടി പി അപ്സെറ്റ് കൊടുത്താൽ മതി, വീണ്ടും സ്ലാഷ് ടി പി അപ്സെറ്റ് കൊടുത്താൽ മതി, അപ്പോൾ വന്നോളും. ജസ്റ്റ് അവന് യൂട്യൂബ് ചാനലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഡിസ്കോഡ് ഉണ്ട് അവന്. യൂട്യൂബ് ചാനലുള്ള കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ അവനോട് ചോദിക്കാൻ മറന്നുപോയി. ഞാൻ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഇട്ട് കൊടുത്ത്, പക്ഷെ അവൻ വേണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഗൈസ്, പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ആൻഡ് അടുത്ത പാർട്ടായിട്ട് നാളെ ഒരു ദിവസം വരാം. ബൈ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ആൻഡ് പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.